വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്നതിന് നക്ഷത്രങ്ങളുള്ള ആകാശം എന്നും രാശികളുള്ള ആകാശം എന്നും മണലും വെള്ളത്തുള്ളിയും പരന്നു കിടക്കുന്ന ആകാശം എന്നും ഒക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട് പല വ്യാഖ്യാതാക്കളും പല പരിഭാഷകരും. പക്ഷേ ആർക്കും ഇതെന്താണ് എന്ന് തീർത്ത് പറയാനുള്ള ക്ലിപ്തത ലഭിച്ചിട്ടില്ല. ഓരോരുത്തരും ഊഹിച്ച് ഓരോ അർത്ഥങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ബുറൂജ് എന്ന വാക്ക് അറേബ്യയിൽ അന്ന് അത്ര വ്യക്തമായൊരർത്ഥമുള്ള ഒരു സാധാരണ പദമായിരുന്നില്ല. മുഹമ്മദിന് ഇവിടുന്ന് ഒരു വാക്ക് കിട്ടി, ആ വാക്ക് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു എന്ന് മാത്രമേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ രാശികളുള്ള ആകാശവും താക്കീത് ചെയ്യപ്പെട്ട ദിവസവും. ഇനി താക്കീത് ചെയ്യപ്പെട്ട ദിവസം എന്താണ് എന്നതിനെക്കുറിച്ച് മുഫസ്സിറുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ചിലർ പറയുന്നത് അത് വെള്ളിയാഴ്ചയാണെന്ന്, ചിലർ പറയുന്നത് അത് അറഫാ ദിനമാണ്, വേറെ ചിലർ പറയുന്നത് അതൊന്നല്ല അത് ഖിയാമത്ത് നാളാണ്. അങ്ങനെ 900 അർത്ഥങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മൂന്നാമത്തെ വാക്യം അതിനേക്കാളും വലിയ കോമഡിയാണ്. സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. എന്താണ് ഈ സാക്ഷി, എന്താണ് ഈ സാക്ഷീകരിക്കപ്പെടുന്നത്? ആർക്കും ഒരു പിടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. മുഫസ്സിറുകൾ എന്താണത് എന്നതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറയാതെ അതൊക്കെ അള്ളാഹ്ക്കറിയും എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ് പലരും. അപ്പോൾ ഈ ആദ്യത്തെ 3 വാക്യങ്ങളുടെ അവസ്ഥയാണിത്. ഈ 3 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് എന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ആർക്കും ഒരു പിടിയും കിട്ടില്ല. അള്ളാഹു എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയാണ്. പതിവ് പോലെ ഈ സത്യം ചെയ്യൽ. ഈ അദ്ധ്യായത്തിന് പേരായി കൊടുത്തിട്ടുള്ള ആദ്യ വാക്യത്തിലെ അവസാന വാക്ക് ബുറൂജ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ കടലാസും പേനയെടുത്തവർക്ക് മര്യാദക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നുള്ളതാണ്